ഹലോ ഗുഡ് മോർണിംഗ് ചക്കരകളെ. അങ്ങനെ ജയ്പൂര് ലാസ്റ്റ് ദിവസമാണ്, പോരുവാണ് വൈകുന്നേരം. എൻ്റെ അമ്മേ സത്യം പറയല്ലോ, ഞാൻ മടുത്ത്. എനിക്ക് വേഗം ഒന്ന് അങ്ങോട്ട് പോന്നാൽ മതി. ഞാൻ ഭയങ്കര ഹോംലി ആയിട്ടൊരാളാണ്, അത് നിങ്ങൾക്കറിയാലോ. അത് എൻ്റെ വീട്ടിലെ ചോറും കറിയും എനിക്ക് മിസ് ചെയ്യുന്നു ചക്കരകളെ. വേഗം ഒന്ന് ചെന്നിട്ട് ചോറും മീൻ കറിയും മെഴുക്കുവരട്ടിയൊക്കെ കൂട്ടി എൻ്റെ അച്ചാറും ഒക്കെ കൂട്ടി എനിക്ക് ചോറുണ്ണണം. അതുകൊണ്ട് ഞാൻ ഓടിപ്പോവുക. വൈകുന്നേരം ഞാൻ പോരും. അപ്പൊ ഇന്നത്തെ കാര്യം ഇന്ന് എന്നോട് കുറെ പേര് ഈ മാനിഫെസ്റ്റേഷനെ പറ്റി വിവാദം നടക്കുന്നു. അത് കറക്റ്റ് ശരിയാണ്. ഒരുപാട് പേര് ഒരാൾ എന്തെങ്കിലും കാണിച്ചാൽ അതിന്റെ പുറകെ ആളുകൾ ഫോളോ അപ്പ് ചെയ്ത് അത് തന്നെ കാണിക്കാൻ വേണ്ടി ഇറങ്ങി. പിന്നെ അങ്ങനത്തെ വീഡിയോകളെ നമ്മൾ കാണത്തുള്ളൂ. ചുമ്മാ ആളുകൾ അതും പറഞ്ഞ് ഇറക്കുക. കുറെ പേര് പണിയെടുക്കാതെ ഇങ്ങനെ ജീവിക്കുന്നവരും ഉണ്ട്. എനിക്ക് നിങ്ങളോട് പറയാനുള്ള കാര്യം, എൻ്റെ വീഡിയോകൾ നിങ്ങൾക്കൊരു ആയുഷ്കാലം ജീവിക്കാനുള്ള കാര്യങ്ങൾ ഞാൻ അതിനകത്ത് ഉൾപ്പെടുത്തി പഴയ പുതിയ ആൾക്കാരോട് പറയാം, നിങ്ങൾ പഴയ വീഡിയോയിലോട്ട് പോയാൽ ഒരിക്കലും നിങ്ങൾക്ക് നാശം ഉണ്ടാകത്തില്ല. നിങ്ങൾക്ക് സേവ് ചെയ്ത് വെച്ച് നിങ്ങൾ അത് നോക്കിയിട്ട് നിങ്ങൾക്ക് ജീവിക്കാൻ പറ്റും. കരുത്തുണ്ടാവും നിങ്ങൾക്ക് ജീവിക്കാനുള്ള. എന്ത് പ്രതിസന്ധികളെ നേരിടാനുള്ള കരുത്ത് മുഴുവൻ ഞാൻ പകർന്നു നൽകിയ വീഡിയോകളിലൂടെയാണ് ഞാൻ ഇവിടം വരെ എത്തിയിരിക്കുന്നത്. അങ്ങനെയുള്ള വ്യൂവേഴ്സാണ് എൻ്റെ കൂടെ ഉള്ളത്. ഈ മാനിഫെസ്റ്റേഷൻ അത് ഓരോരുത്തരും ഓരോ രീതിയിലാണ് ഓരോരുത്തരുടെ മാനിഫെസ്റ്റേഷനെ പുറത്തേക്ക് പറയുന്നത്. അപ്പൊ സിംഗമ്മയുടെ മനസ്സിലുള്ള അല്ലെ സിംഗമ്മ കാണുന്ന മാനിഫെസ്റ്റേഷൻ എന്താണ്? ഞാൻ കാണുന്നത് നല്ല ഒരു ഒന്നാന്തര ചോദ്യമാണ്. എൻ്റെ അടുത്ത് ആരും ഇങ്ങനെ ചോദിച്ചിട്ടില്ല. ഞാൻ ഇതിൽ വിശ്വസിക്കുന്നത് എന്നറിയാമോ, നല്ല ചിന്തകൾ. എൻ്റെ മാനിഫെസ്റ്റേഷൻ എന്ന് വെച്ചാൽ എനിക്ക് നല്ല വസ്ത്രം. ഞാനൊരു സാധാരണ സ്ത്രീയല്ലേ. ഞാൻ ആദ്യം ആഗ്രഹിച്ചത് നല്ലൊരു വസ്ത്രം, നല്ലൊരു ഹസ്ബൻഡ്, നല്ലൊരു കുടുംബ ജീവിതം, നല്ല മക്കള്. എല്ലാം ഉണ്ടായപ്പോൾ സാമ്പത്തികം ഇല്ല. എനിക്ക് നല്ല സാമ്പത്തികം, നല്ല വില കൂടിയ തുണികൾ, നല്ല കാറുകൾ, നല്ല വീട്, നല്ല സ്വന്തമായി വരുമാനം. ഈ ലോകത്ത് ദൈവം എന്തൊക്കെ ഇട്ടിട്ട് തന്നിട്ടുണ്ട്. ഒരു വിഭാഗം നല്ലത് അനുഭവിക്കുമ്പോൾ ഒരു വിഭാഗം ദുഃഖം അനുഭവിക്കുക. ഞാൻ ആ ദുഃഖത്തിലും ദാരിദ്ര്യത്തിലും കിടന്ന ഒരാളാണ്. നിങ്ങൾ കണ്ടിട്ടുള്ളല്ലേ. മുമ്പ് എനിക്കൊരു പണിയില്ല, വെറുതെ വന്നിരുന്ന് വീഡിയോ കഥകൾ പറയുകയായിരുന്നു. ഞാൻ ശ്രദ്ധിച്ചു നോക്കിയേ. ഞാനിതിനെ ആഗ്രഹിച്ചു, നിരന്തരം ആഗ്രഹിക്കുകയോ അശ്രാന്തമായി പ്രാർത്ഥിക്കും നിരന്തരം. എൻ്റെ അയൽവാസികളോട് ചോദിച്ചാൽ നിങ്ങൾക്ക് മനസ്സിലാകും. ഞാൻ ഭയങ്കരമായിട്ട് കൺസിസ്റ്റൻസി ആയിട്ട് പ്രാർത്ഥിക്കുന്ന ഒരാളാണ്. ദൈവവിശ്വാസത്തിൽ ഞാൻ ഭയങ്കര പ്രാധാന്യം നൽകുന്ന ഒരാളാണ്. ആ ദൈവവിശ്വാസവും നല്ല ചിന്തകൾ വെച്ചാൽ ഒരാളെ ഉപദ്രവിക്കത്തില്ല. ഒരാളുടെയും ഉയർച്ചയിൽ ഞാൻ അസ്വസ്ഥതപ്പെടത്തില്ല. എൻ്റെ കൂടെ നിൽക്കുന്ന ഒരാൾ ഉയരുമ്പോൾ ഞാൻ അസ്വസ്ഥപ്പെടുകയാണെങ്കിൽ എൻ്റെ മോശം ചിന്തയായിട്ടാണ് ഞാൻ ചിന്തിക്കുന്നത്. ആ മോശം ചിന്തയാണ് നമ്മളെ താഴത്തോട്ട് കൊണ്ടുപോകുന്നത്. നമ്മുടെ ഉയർന്ന ചിന്തയാണ് നമ്മളെ ഉയർന്ന നിലവാരത്തിലേക്ക് ഉയർത്തുന്നത്. ഇതാണ് ഞാൻ മനസ്സിലാക്കിയിരിക്കുന്നത്. ഈ ചിന്തയോടൊപ്പം ഉയർന്ന ചിന്തയും എല്ലാം ഉണ്ട്, എല്ലാം എനിക്ക് വേണം. പക്ഷെ ഞാൻ പണിയെടുക്കത്തില്ല, ഒട്ടേ എത്തത്തില്ല. പണിയെടുക്കാൻ ഞാൻ എന്ന് തുടങ്ങിയോ, സ്വന്തമായി വരുമാനം. ഈ മാനിഫെസ്റ്റേഷൻ എന്ന് പറഞ്ഞാൽ എൻ്റെ ആഗ്രഹം നല്ലതുമാണ്. ഞാൻ കർമ്മങ്ങളും കൂടെ ചെയ്യാൻ തുടങ്ങി. അതിനെ സെറ്റാക്കാനുള്ള കർമ്മങ്ങൾ, പണിയെടുക്കാൻ തുടങ്ങി. പച്ച മലയാളത്തിൽ പറഞ്ഞ നല്ല പട്ടിപ്പണിയെടുക്കാൻ തുടങ്ങി. കഷ്ടപ്പെട്ട് ഇന്ന് എനിക്ക് അധികം കഷ്ടപ്പെടണ്ട. ഇന്ന് എനിക്ക് സ്റ്റാഫുകളുണ്ട്. ഞാൻ കുക്കിനെയൊക്കെ എൻ്റെ അതേ രീതി പഠിപ്പിച്ച് അവിടെ നിർത്തിയിരിക്കുന്നതുകൊണ്ടാണ് ഇന്ന് എനിക്ക് ഇവിടെ വരാൻ പറ്റുന്നത്. ഞാൻ അവരെ കഷ്ടപ്പെട്ട് അവരെ പഠിപ്പിച്ച് പറഞ്ഞ് മനസ്സിലാക്കി ശിക്ഷിച്ച് ശാസിച്ച് അവരെ ഞാൻ കറക്റ്റ് ആ ഒരു ശ്രദ്ധയിലേക്ക് കൊണ്ടുവന്നപ്പോൾ അവരിപ്പോൾ നല്ല കുക്കായി. അപ്പൊ എനിക്ക് അവരെ അവിടെ നിർത്തിയിട്ട് സമാധാനത്തെ ഇവിടെ വരാൻ പറ്റിയത്. ഇനി ഒത്തിരി പേര് ഞാൻ വീട്ടിൽ നിർത്തി 2 സ്ത്രീകളെ പഠിപ്പിക്കുന്നുണ്ട്. അപ്പോൾ അവരെ എനിക്ക് ഒരു തിരുവനന്തപുരത്തൊക്കെ ഇടാൻ വേണ്ടിയിട്ടാണ്. അപ്പൊ എനിക്ക് പറഞ്ഞു തരണം. അപ്പൊ ഞാൻ കഷ്ടപ്പെടുവാണ്. അവരെ അതിനു വേണ്ടി പ്രയത്നിച്ചോട്ട് അവരെ ഫോളോ ചെയ്യുകയാണ്. അതുകൊണ്ടാണ് ഇപ്പൊ ഇത് എല്ലാവരും എന്നോട് ചോദിക്കുക, പല മാർഗത്തിലൂടെ എന്തിനാണ് ഏതെങ്കിലും ഒന്നിൽ കോൺസെൻട്രേഷൻ ചെയ്ത് ജീവിക്കാൻ ഇവിടെ മത്സരിച്ച് ബിസിനസ് ചെയ്യുന്ന ആളുകളുടെ ഒരു മുന്നിലാണ് നമ്മൾ നിൽക്കുന്നത്. അപ്പം നമ്മൾ പല കാര്യത്തിൽ ഇറങ്ങിയെങ്കിൽ മാത്രമേ പല തുള്ളി പെരുവെള്ളം, പല രീതിയിൽ വരുന്ന വരുമാനം കൊണ്ടാണ് നമുക്ക് വലിയൊരു തുക കിട്ടത്തുള്ളൂ. അപ്പൊ എൻ്റെ കുടുംബത്തിന് ജീവിക്കാം, എന്നോട് ചേർന്ന് നിൽക്കുന്നവർക്ക് ജീവിക്കാം, സാമ്പത്തിക പ്രതിസന്ധി ഉണ്ടാകത്തില്ല. അതുകൊണ്ടാണ് പല കാര്യങ്ങളിലേക്ക് ഇറങ്ങിച്ചേരുന്നത്. സ്വർണ്ണക്കട ഇടുക ചെറിയ കാര്യമല്ല, വലിയ ലക്ഷക്കോടിയുടെ ഇടപാടാണ് അത് ചെയ്യുന്നത്. ഇപ്പൊ റെസ്റ്റോറൻറ്റുകൾ 2 എണ്ണം, അതും ചെറിയ കാര്യമല്ല. നമ്മള് സ്റ്റാഫിനെയും നമ്മൾ ഭക്ഷണം മോശം അല്ലെങ്കിൽ നമ്മുടെ പേര് പോത്തില്ലേ. അപ്പൊ ചില ദിവസമൊക്കെ ഒരു ദിവസമൊന്നും ഞാൻ അങ്ങോട്ട് കിട്ടും ശ്രദ്ധയൊന്ന് മാറിയ, അല്ലെ എൻ്റെ കുക്കിന് എന്തെങ്കിലും ഒരു അസ്വസ്ഥത വന്നാൽ അങ്ങോട്ടിട്ട് ആരെങ്കിലും ഒരു കൂടെ നിൽക്കുന്നവർ സഹായിച്ചിട്ടേക്ക് അന്നൊരു ഊണ് ഇറങ്ങി പോകും നമ്മുടെ ആ കിച്ചണിൽ നിന്ന്. എൻ്റെ ദൈവമേ, അന്ന് കംപ്ലൈന്റ് വരും. അന്ന് തന്നെ വന്ന് എഴുതി ഇടും കൊള്ളത്തില്ലെന്ന്.
അപ്പൊ ഇതൊക്കെയാണ്. അപ്പൊ നമ്മുടെ ശ്രദ്ധ എന്തുമാത്രമാണ്. നമ്മൾ ഇതിൽ തന്നെ ഫോക്കസ് ചെയ്ത് ഫോളോ ചെയ്ത് നിൽക്കുന്നതിനിടെ യൂട്യൂബ് ചെയ്യണം, ഇതിനൊന്ന് കമന്റ് ചെയ്യണം, മക്കളുടെ കാര്യം നോക്കണം. മക്കള് ഭയങ്കര പരാതിയാണ്. അയ്യോ അമ്മയെ കിട്ടുന്നില്ല, അമ്മ പഴയ അമ്മയായിരുന്നല്ലോ. പഴയ അമ്മയെന്ന് പറയുമ്പോൾ ദാരിദ്ര്യത്തിൽ കിടക്കുന്ന ഒരു അമ്മയെ മതി അവർക്ക്, അവരുടെ എല്ലാ ആവശ്യങ്ങളും സാധിച്ചു കൊടുക്കുക. അപ്പൊ എനിക്ക് ദേഷ്യം വരും അവരോട്. ഈ ഡിപ്രഷൻ എനിക്ക് വേറെയുണ്ട്. അപ്പൊ ഇതെല്ലാം കൂടെ കൂടിക്കലർന്ന് നമ്മൾ ഹാപ്പി ആയിട്ടിരിക്കുകയും എന്നിട്ട് ഇതിൻ്റെ ഇടയിൽ കൂടെ സന്തോഷിക്കുകയും ചെയ്യുകയും എല്ലാവരും എന്തിനെ പോസിറ്റീവായി കാണുകയും ചെയ്യുന്നതാണ് എൻ്റെ ഒരു മാനിഫെസ്റ്റേഷൻ. പണിയെടുക്കുക, കാശുണ്ടാക്കുക, കൃത്യമായി അവർക്ക് സാലറി കൊടുക്കുമ്പോൾ നമ്മൾ സന്തോഷിക്കുക. അപ്പൊ അവര് നമ്മൾ 1-ാം തീയതി സാലറി വീഴുമ്പോൾ നമ്മുടെ സ്റ്റാഫിന്റെ അക്കൗണ്ടിലേക്ക് ആ സാലറി ഇല്ലുമ്പോൾ അവര് സന്തോഷിക്കുന്നല്ലോ എന്നോർത്ത് ഞാൻ സന്തോഷിക്കും. ആ സാലറി കിട്ടുമ്പോൾ അവര് സന്തോഷിക്കും, ഇല്ലേ? അപ്പൊ എങ്ങനെ ഇപ്പൊ എനിക്ക് ഇൻവെസ്റ്റ് ചെയ്ത് വന്നവരുണ്ട്, അവർക്ക് മാസം മാസം ആ പൈസ കൊടുക്കുമ്പോൾ അവര് സന്തോഷിക്കും, അവരുടെ പ്രാർത്ഥന കിട്ടും. ഒരു കൂട്ടായ പ്രാർത്ഥന എനിക്ക് കിട്ടുന്നുണ്ട്. എന്റെ കാലിൽ ഒരു മുള്ളു പോലും കൊള്ളലെന്ന് എല്ലാവരും പ്രാർത്ഥിക്കുമെന്ന് എനിക്കറിയാം. എല്ലാം നിങ്ങൾ ഒന്ന് കേൾക്കുന്ന ഒരു കമന്റ് ഇടണം. ഇത് എന്റെ കൂടെ ഉള്ളവർ കമന്റ് ഇടണം. കാരണം നിങ്ങൾക്കല്ലേ എന്നെ കൂടുതൽ അറിയത്തുള്ളൂ. അപ്പൊ അങ്ങനെയല്ല. ഇപ്പൊ ബോബനാണ് എനിക്ക് കട്ട സപ്പോർട്ട്. ഇതെല്ലാം എന്റെ പ്രാർത്ഥന, എന്റെ ആഗ്രഹം കൊണ്ട് എന്റെ ഒപ്പം വന്നു ചേർന്നതാണ്. ഇപ്പൊ ഞാൻ ചുമ്മാ ബോബൻ തരുന്ന ചോറും കറി തിന്നോണ്ടിരിക്കുകയാണെങ്കിൽ ഒരിക്കൽ പോലും ഞാനൊരു സാധാ ഹൗസ് വൈഫായിട്ട് ഇങ്ങനെ ജീവിച്ചു പോത്തേ ഉള്ളൂ. എനിക്ക് വലിയ വിദ്യാഭ്യാസവും ഇല്ലല്ലോ. ഈ വിദ്യാഭ്യാസം ഇല്ലെന്ന് പറഞ്ഞാൽ എന്നാൽ ഞാൻ വീട്ടിൽ ഒതുങ്ങി കൂടാന്ന് പറഞ്ഞാൽ ഒതുങ്ങി കൂടാതെ അതിന്റെ അപ്പുറത്തേക്ക് ഞാൻ അതൊന്നും ചിന്തിക്കാതെ ഇറങ്ങിയത് കൊണ്ടാണ് ഇന്ന് നിങ്ങളുടെ മുമ്പിൽ വന്നിട്ട് ഇങ്ങനെ പച്ച മലയാളത്തിൽ പറയാൻ പറ്റുന്നത്. ഞാൻ ജെനുവിൻ ആയിട്ടാണ്. ഒരു ജാടയിട്ട് സംസാരിക്കാനാ, വലിയ ഇംഗ്ലീഷിൽ സംസാരിക്കാനാ, ഹിന്ദിയിൽ സംസാരിക്കാനാ, ഭയങ്കര ഗർവോടെ സംസാരിക്കാനാ, ക്യാമറയുടെ മുന്നിൽ ഒരു രീതി, ബാക്കിൽ ഒരു രീതി ഒന്നും എനിക്കില്ല. ഞാൻ ഇതാണ് അനു. ഞാൻ എന്റെ ക്യാമറ എടുക്കുന്ന അനുമോളെ പറ, ഞാൻ ഇതാണോ അതോ വേറൊരാളാണോ നിങ്ങളുടെ മുമ്പിൽ? ഇത് തന്നെ. ഞാൻ നിങ്ങളെപ്പോ സഹകരിച്ചാലും, എന്റെ വീട്ടിൽ വന്നാലും എന്റെ ഷോപ്പിൽ വല്ല വന്നാലും ഒക്കെ നിങ്ങൾക്ക് മനസ്സിലാവും ഞാൻ ഇങ്ങനെ തന്നെയാണ് ചക്കരകളെ. എനിക്ക് വേറൊരു മുഖമില്ല. വേറൊരു മുഖം വന്നാൽ എനിക്കൊരു അഭിനയം പോലെ തോന്നും. ഇതുപോലെ ദേഷ്യം നിങ്ങൾ കണ്ടിട്ടുണ്ട്, എന്റെ ചിരി കണ്ടിട്ടുണ്ട്, എന്റെ കരച്ചിൽ കണ്ടിട്ടുണ്ട്, അല്ലെ? എല്ലാം നിങ്ങൾ കണ്ടിട്ടില്ലേ? ഇതേപോലെ അല്ലാതെ പ്രത്യേക ഒരു സംഭവം കൊണ്ട് ഞാൻ നിങ്ങളുടെ മുന്നിൽ വരുന്നതുകൊണ്ടാണ്. നിങ്ങൾ എന്നെ ആക്ടിങ് അല്ല, ഇവർ ജെനുവിൻ ആണെന്ന് പറഞ്ഞത് കൊണ്ടാണ്. എന്റെ സങ്കടം വന്നാൽ ഞാൻ പൊട്ടിത്തെറിക്കും, എനിക്ക് സന്തോഷം വന്നാൽ ഞാൻ ആഹ്ലാദിക്കും. പിന്നെ എപ്പോഴും ഒരു സന്തോഷം നിലനിർത്താൻ എപ്പോഴും ശ്രമിക്കും. ഒരു സങ്കടത്തിന് 10 മിനിറ്റ് കളയാൻ ഞാൻ തയ്യാറല്ല. വേഗം കരച്ചിൽ വരും. ഞാൻ റൂമിൽ 6 മുമ്പിൽ കയറി പൊട്ടിക്കരഞ്ഞ് ഞാൻ തീർക്കും. വേഗം കുളിച്ച് റെഡിയായി അടുത്ത ഒരുക്കോ മേക്കപ്പ് ഇട്ട് പുതിയ ഡ്രസ്സ് ഇട്ടിറങ്ങും. ഇച്ചിരി നേരത്തുമ്പോ കരഞ്ഞ ആളാണ് ബോബൻ ഇങ്ങനെ അന്തിച്ച് നോക്കി നിൽക്കാറുണ്ട്. ഇടിവെക്കും വീട്ടിൽ കിടന്ന്, മക്കളോട് ഇടിവെക്കും, ബോബനോട് ഇടിവെക്കും. വൃത്തിയുടെ കാര്യത്തിലൊക്കെ എനിക്ക് ഭയങ്കര ചിട്ടവട്ടങ്ങൾ. ജോലിക്കാരോട് ഇടിവെക്കും. എന്റെ സ്റ്റാഫ് ഒന്നും എന്നെ വിട്ട് എങ്ങും പോകത്തില്ല. എന്തുകൊണ്ടെന്നാൽ അവർക്കറിയാം എന്നെ. കാരണം അവരുടെ ഹൃദയത്തോട് ചേർന്നാണ് ഞാൻ നിൽക്കുന്നത്. ചിലപ്പോ പറഞ്ഞു വിടും ചിലതിന്, വൈകുന്നേരം വാടി എന്ന് പറയും, മനസ്സിലായി? അങ്ങനെ ചിലതെന്ന് കാരണം അവരുടെ മനസ്സിൽ അത് ഇനി ഒരു തെറ്റ് ആവർത്തിക്കാതിരിക്കാൻ വേണ്ടിയിട്ട്. ഞാൻ പറഞ്ഞ മാനിഫെസ്റ്റേഷൻ എന്ന് പറഞ്ഞാൽ പണിയെടുക്കുക, നമുക്ക് ജീവിക്കണം, വളരണം എന്നുള്ള ആഗ്രഹത്തിലേക്ക് നമ്മൾ പ്രവർത്തിച്ചു കൊണ്ടേയിരിക്കുക, റിസ്ക് എടുക്കുക. റിസ്ക് ഇല്ലാത്ത ഞാൻ ഭയങ്കര റിസ്കിലൂടെ പോകുന്ന സ്ത്രീയാണ്. അപ്പൊ എന്റെ കൂടെ ചുറ്റുമുള്ളവര് ചിലരൊക്കെ എന്നോട് പുറകിലോട്ട് വലിയാൻ വേണ്ടി, അയ്യോ അത് ചെയ്താൽ ശരിയോ, ഞാൻ ചിന്തിക്കത്തേ ഇല്ല. എന്റെ മനസാക്ഷി, എന്റെ മനസ്സിനെ മാത്രമേ നോക്കത്തുള്ളൂ. ഞാൻ തികഞ്ഞ ഈശ്വരവിശ്വാസിയാണ്. ഞാൻ ദൈവത്തിൽ വിശ്വസിക്കുന്നു. ഞാൻ വിശ്വസിക്കുന്ന കാര്യം നടക്കുമെന്നു. അത് അച്ചീവ് ചെയ്തുകൊണ്ടാണ് മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നത്. എല്ലാ കാര്യങ്ങളും അങ്ങനെ തന്നെ. അവിടുന്ന് ഇറങ്ങാൻ പോലും പ്രാർത്ഥിച്ചോണ്ട്, ദൈവമേ ഇവിടെ വന്നിട്ടുള്ളൊരു അത്ഭുതം കേൾക്കണം. എയർപോർട്ടിൽ വന്നിറങ്ങി ബോബൻ എവിടെയും റൂം എടുക്കാതെ ഒരിക്കലും ബോബൻ വരാത്ത ഒരാളാണ്. ഞങ്ങൾ റൂം എടുക്കാതെയാണ് ഇവിടെ വന്നത്. റൂം ബുക്ക് ചെയ്ത് ഇവിടെ വന്നേച്ച് ഇവിടുന്ന് എവിടെയെങ്കിലും എടുക്കാം. ആ സമയത്ത് റൂം എവിടെയും ചെന്നിട്ട് കിട്ടുന്നില്ല. ഞങ്ങൾ വിഷമിച്ചിരിക്കുമ്പോൾ ഒരു കോള് വരികയാണ് വൈശാലി നഗറിൽ നിന്ന്. പുള്ളിക്കാരുടെ പേര് ഉഷ, അല്ലെ? ഉഷ പേര് ഉഷ ഉദയ് എന്ന് പറഞ്ഞൊരു ഒരു ഫ്രണ്ട് നമ്മുടെ വീഡിയോ കണ്ട് പുള്ളിക്കാരി നല്ല നമ്മുടെ എന്താ പറയുന്ന ആരാധിക്കുകയാണ്. നല്ല പുള്ളിക്കാരി എന്നോട് ഭയങ്കര സ്നേഹമാണ്. അപ്പം പുള്ളിക്കാരി നമ്മുടെ അച്ചാറൊക്കെ മേടിച്ചിട്ടുണ്ട്, നമ്മുടെ പിക്കിളൊക്കെ മേടിച്ചിട്ടുള്ള വാട്സപ്പിലുണ്ട്. പുള്ളിക്കാരി വിളിച്ച് നിങ്ങൾ എവിടെ എത്തി, ഞാൻ നിങ്ങളെ കാണാൻ വരാം, എന്റെ വീട്ടിൽ വരാമെന്ന് ചോദിച്ചപ്പോൾ സത്യം പറഞ്ഞ ഭഗവാനെ, ഞാൻ അവിടെ നിന്ന് ഇറങ്ങി ഭഗവാൻ ഞങ്ങൾക്ക് അവിടെ സുരക്ഷിതമായ താമസം, നല്ല ഭക്ഷണം, സുരക്ഷിതത്വം കിട്ടണം, ഏറ്റവും നല്ല സാധനങ്ങൾ കളക്ട് ചെയ്യാൻ പറ്റണം, എന്തുദ്ദേശത്തോടു കൂടി ഞങ്ങൾ അവിടെ പോകുന്ന ആ കാര്യമെല്ലാം ഞങ്ങൾക്ക് കറക്റ്റ് ചെയ്ത് തിരിച്ചു വരാൻ സാധിക്കണേ ഭഗവാനെ. എടുക്കുന്ന സാധനങ്ങൾ എല്ലാവർക്കും ഇഷ്ടപ്പെടണം, ഏറ്റവും നല്ല സാധനങ്ങൾ എടുക്കാൻ സാധിക്കണം എന്നൊക്കെ പറഞ്ഞ് ഞാൻ ഏറ്റവും ബെസ്റ്റ് നോക്കി എടുത്തിരിക്കുന്നത്. അങ്ങനെ മോശമൊന്നും ഞാൻ എടുത്തില്ല. ഇച്ചിരി വില കൂടിയാലും നല്ലത് വേണമെന്നുള്ള അങ്ങനെ നിങ്ങൾ എല്ലാവരും ആഗ്രഹിക്കുള്ളൂ. നമ്മളെപ്പോഴും മോശം ആഗ്രഹിച്ചാൽ മോശം ഏറ്റവും തറയെ നമ്മളിലേക്ക് വരത്തുള്ളൂ. ഏറ്റവും ബെസ്റ്റ്, ഞാൻ ഏറ്റവും നല്ലതേ നിങ്ങൾക്ക് തരത്തുള്ളൂ.
എൻ്റെ വായ കൊണ്ടും പ്രവൃത്തി കൊണ്ടും ഞാൻ വിൽക്കുന്നത് ഏറ്റവും ബെസ്റ്റ് നിങ്ങൾക്ക് തരത്തുള്ളൂ. അപ്പം ഞാൻ ഉപയോഗിക്കുന്ന ബെഡ്ഷീറ്റുകളാണ് ഞാൻ മേടിച്ചത്, ഞാൻ ഉപയോഗിച്ച സാരികളാണ് മേടിച്ചത്, ഞാൻ ഉപയോഗിക്കുന്ന ഏറ്റവും എനിക്ക് കൊള്ളാമെന്ന് തോന്നുന്നത് നിങ്ങൾക്ക് നല്ലതായിട്ട് തന്നെ തോന്നത്തുള്ളൂ, നല്ലത് തന്നെ ആയിരിക്കും തീർച്ച. അപ്പൊ ഞാൻ അവിടെ നിന്ന് പ്രാർത്ഥിച്ചു തുടങ്ങി, ഗുരുവായൂരപ്പ ഇങ്ങനെ ഉള്ള കാര്യങ്ങളിൽ നീ എനിക്ക് അവിടെ എൻ്റെ കൂടെ ഉണ്ടാകണേന്ന്. ഈ ഉഷ എന്നെ വിളിച്ചപ്പോൾ ഞാൻ ഞെട്ടിപ്പോയി. അങ്ങനെ ഞങ്ങള് അപ്പൊ പോകുമ്പോൾ തന്നെ വൈകുന്നേരം റൂം എടുക്കുക, അതുവരെ മാർക്കറ്റിലൊക്കെ നടക്കാന്ന് പറഞ്ഞ് ഞങ്ങളൊരു കാറിൽ കംപ്ലീറ്റ് സാധനം വെച്ച് കാറുകാരനെ വാടകയ്ക്ക് ഇട്ടിട്ട് ഞങ്ങള് റെന്റ് എടുത്തിട്ട് ഞങ്ങൾ ആ മാർക്കറ്റിലേക്ക് ഇങ്ങനെ നടന്നപ്പോൾ കുറെ സാധനങ്ങളൊക്കെ മേടിക്കാന്ന് ഓർത്ത് കാണണമല്ലോ ആദ്യമൊന്നും. വിലയൊക്കെ ചോദിച്ച് ഇങ്ങനെ കണ്ടു കിടക്കുമ്പോൾ ഉഷ ഞങ്ങൾ നിൽക്കുന്ന സ്ഥലത്തേക്ക് വണ്ടി പിടിച്ച് വന്ന് ഞങ്ങളെ വിളിച്ചുകൊണ്ട് അവരുടെ വീട്ടിൽ നിർബന്ധം ബോബനപ്പം എന്നെ നോക്കി, നമ്മൾ പോകാം, മലയാളിയല്ലേ എന്തായാലും, നമുക്കിവിടെ ആരെയും പരിചയമില്ല, ബോബൻ പറഞ്ഞു നമുക്ക് അങ്ങനെ വിശ്വസിക്കാം. അങ്ങനെ നമ്മൾ ധൈര്യമായിട്ട് അവിടെ ചെന്നപ്പോൾ ഉണ്ടല്ലോ ചക്കകൾ ഞെട്ടി, അവരൊരിക്കലും പ്രതീക്ഷിച്ചിട്ടില്ല നമ്മളെ കൊണ്ടുപോകാന്ന്. എന്ത് നല്ല 3 ബെഡ്റൂമുള്ള ഒരു ഫ്ലാറ്റാണ് വൈശാലി നഗറിൽ. വൃത്തിയായിട്ട് നല്ല അടുക്കായിട്ട് നല്ല അടിപൊളിയായിട്ട് വെച്ചത്. പുള്ളിയുടെ മകൻ ചാർട്ടേഡ് അക്കൗണ്ടന്റ്, ഹസ്ബൻഡ് മരിച്ചുപോയതാണ്. നല്ല അടിപൊളി ഒരു സഹോദരി, എൻ്റെ അനിയത്തി എന്ന് വേണം പറയാം. 40-45 വയസ്സ് കാണും പുള്ളിക്കാരിക്ക്. ആ വീട് വെച്ചിരിക്കുന്നത്, പുള്ളിക്കാരി ജോലിക്ക് പോകുന്നുണ്ട്, മകൻ ചാർട്ടേഡ് അക്കൗണ്ടന്റ് ആണ്, ഹസ്ബൻഡ് മരിച്ചു പോയതാണ്, ഒറ്റയ്ക്ക് ജീവിക്കുക. പക്ഷെ അവിടെ എവിടെയും ഒറ്റയ്ക്ക് ജീവിക്കുക. ഹസ്ബൻഡ് വളരെ ചെറുപ്പത്തിലേ മരിച്ചു പോകുമ്പോൾ ആ സ്ത്രീ എത്ര മൂഡ് ഓഫ് ആയിട്ടിരിക്കണം, പക്ഷെ അതൊന്നും അവിടെ കണ്ടിട്ടില്ല. അലങ്കോലമായി ചില പെണ്ണുങ്ങൾ പറയും, ഓ എനിക്ക് വിഷമം അതുകൊണ്ട് വീടലങ്കോലം. ഒരു സ്ഥലത്ത് ചെരുപ്പ് വെക്കുന്നതിന് പോലും സ്ഥലമുണ്ട്. ഞാനപ്പോ ഓർത്ത് ഞാനപ്പോ ദൈവത്തോട് ഗുരുവായൂരപ്പ ഞങ്ങൾക്ക് ചോറും വെച്ച് ചിക്കൻ കറി വെച്ച് നമ്മുടെ കുത്തരിച്ചോറ്, എൻ്റെ ദൈവമേ അത് കിട്ടിയപ്പോ ഒരു സമാധാനം ഉണ്ടല്ലോ. ഇന്നിപ്പോ ഉച്ചക്ക് ഊണ് അവിടെ. അപ്പൊ കുത്തരി ചോറും തന്ന്, സാമ്പാറ്, ചിക്കൻ വറുത്തത്, ചിക്കൻ കറി, ഉണക്കമീൻ വറുത്തത്, എനിക്ക് വേണ്ടി ചമ്മന്തി, ഇതെല്ലാം തന്ന് ചക്കരകളെ. എനിക്ക് ഉണക്കമീൻ വറുത്തതും ചമ്മന്തിയും ഭയങ്കര ഇഷ്ടം. ഇതെല്ലാം പുള്ളിക്കാരി ആ വീഡിയോ കണ്ടിട്ടല്ല നമ്മുടെ ഇഷ്ടങ്ങൾ പോലും വിളിക്കുന്ന. എനിക്ക് ദൈവമേ എൻ്റെ ഗുരുവായൂരപ്പ അവരെ, അവരുടെ മകനെ, അവരുടെ കുടുംബത്തെ നന്നായി അനുഗ്രഹിക്കണേന്ന് പ്രാർത്ഥിക്കണം. എന്തെല്ലാം മനസ്സ് നമ്മളെ എയർപോർട്ടിൽ നിന്ന് ഇറങ്ങി ഞങ്ങൾ മാർക്കറ്റിൽ ഞങ്ങൾ വിളിച്ചോണ്ട് പോയി. ഞങ്ങൾ അവിടെ ഒരു ദിവസം കംപ്ലീറ്റ് നിന്ന് പോകുമ്പോൾ ഞാൻ ആരെയും ബുദ്ധിമുട്ടിക്കുന്നത് ശരിയല്ല, എനിക്ക് പിന്നെ അവിടെ നിൽക്കണമെന്ന് പറയുന്നത് ചോറ് ഓർത്തിട്ട്. അങ്ങനെ എനിക്ക് ചോറും കറിയും നമ്മുടെ ഹാബിറ്റ് ആണല്ലോ. അപ്പൊ പുള്ളിക്കാരൻ പറഞ്ഞ് അന്നെങ്കിൽ നമുക്ക് റൂം എടുക്കാൻ. അങ്ങനെ ഞങ്ങൾ തൊട്ടടുത്ത് തന്നെ വേറെ സ്ഥലത്ത് ഇവിടെ വന്ന് റൂം എടുത്ത് നല്ലൊരു ഹോട്ടൽ, ഇവിടെ തന്നെ റെസ്റ്റോറൻറ്റും ഉണ്ട്, വലിയ കുഴപ്പമില്ല. അങ്ങനെ ഞങ്ങൾ ഇവിടെ നിൽക്കുന്നത്. പക്ഷേ ഈ മറ്റേ വസുമതിയുടെ ചോറല്ലേ എനിക്കിഷ്ടമല്ല. വല്ല കാലത്തും ഒന്നും കഴിക്കുന്നില്ല, അത് രാവിലെ ഉച്ചക്കും വൈകിട്ടല്ലേ ഈ ഭക്ഷണം കഴിക്കാൻ പറ്റത്തില്ല. അതുകൊണ്ട് ഒരു കാര്യം കൂടെ ഞങ്ങൾക്ക് ഈ യാത്രയിൽ കിട്ടി ചക്കള. ഭയങ്കര സന്തോഷമായി. ഇപ്പൊ ഇന്ന് ഉച്ചയ്ക്ക് അവിടെ ഊണ്, എന്നിട്ട് ഞങ്ങൾ തിരിച്ച് എയർപോർട്ടിൽ അവര് ഇവിടെ വന്ന് ഞങ്ങളെ ആക്കിയിട്ട് പോരും. അപ്പൊ ഒരു ബന്ധവും നമുക്ക് ഇവിടെ നിന്ന് കിട്ടി. എന്നും ഇനി ആ ബന്ധവും എൻ്റെ കൂടെ ഉണ്ടാകും, ഉഷയും കുടുംബവും. അപ്പൊ ഇതൊക്കെയാണ് പറയാനുള്ളത്. മാനിഫെസ്റ്റേഷൻ നിങ്ങൾ മനസ്സിലാക്കുക. നമ്മൾ മാനിഫെസ്റ്റ് ചെയ്തുകൊണ്ടിരിക്കുകയാണ് പണം വരണം, അങ്ങനെ പറഞ്ഞ വരത്തില്ല. പണം വരുന്നതിൻ്റെ ഒപ്പം പണം വരണമെന്നുണ്ടെങ്കിൽ നമ്മൾ പണിയും കൂടെ എടുക്കാൻ തയ്യാറാണ്. നമ്മൾ ജോലി ചെയ്ത് പണം ഉണ്ടാക്കാനുള്ള മാർഗം, ബിസിനസ് ചെയ്യുക, അല്ലെങ്കിൽ ജോലി ചെയ്യുക, ഒരു കാര്യം ചെയ്തിരിക്കുമ്പോൾ പല കാര്യങ്ങൾ ചെയ്യുക. നമ്മുടെ ഇന്നത്തെ കാലഘട്ടത്തിൽ ഒരു കാര്യം മാത്രം ചെയ്തുകൊണ്ട് ഒരു ചെറിയ വരുമാനത്തിൽ നമുക്ക് പിടിച്ചിരിക്കാൻ പറ്റത്തില്ല. എനിക്കൊക്കെ ഭയങ്കര ചെലവുള്ള സ്ത്രീ, എൻ്റെ മക്കളും ചെലവുള്ളതാണ്. ഈ ചെലവില്ലാത്ത ബോബനെ മാത്രം പുള്ളിക്ക് ഒരു പാൻറ് ഷർട്ട് കിട്ടി. ഞാൻ അങ്ങനെയല്ലേ, എപ്പോഴും നല്ല ഡ്രസ്സൊക്കെ ഇട്ട് ചെരുപ്പുകളൊക്കെ മാറിയിട്ട് ബാഗുകളൊക്കെ എനിക്ക് കാണുന്ന എല്ലാം മേടിക്കണം, ആസ്വദിച്ച് ജീവിക്കണം. എനിക്ക് ഇപ്പോഴാണ് ഒരു ജീവിതം കിട്ടിയത്. അത് ഏമ്പൊക്കെ നിങ്ങൾ കേട്ട് കാണും, നന്നായി ഞാൻ ആസ്വദിക്കുന്നുണ്ട്. അതിനുള്ള പൈസ ഞാൻ തന്നെ ഉണ്ടാക്കുന്നുണ്ട്. അത് മാനിഫെസ്റ്റ് ചെയ്യുക എന്ന് പറഞ്ഞാൽ നല്ല ചിന്തകളിലൂടെ, പ്രാർത്ഥനകളിലൂടെ, നിരന്തര പരിശ്രമത്തിലൂടെ. ഇതിന്റെ കൂടെ പരിശ്രമവും കൂടെ ചേർക്കണം, നമ്മുടെ കഠിനാധ്വാനം. അതിൽ നല്ല ശ്രദ്ധ വേണം ജീവിതത്തിൽ. ഇന്ന് ജോലി ചെയ്ത് നാളെ ജോലി ചെയ്തിരിക്കുക, ഇന്നൊരു ബിസിനസ്സെ കുറിച്ച് നാളെ അത് വിട്ട് വേറെ കാര്യം ചിന്തിക്കാനൊന്നുമില്ല. നമ്മൾ അതിനെ ഫോക്കസ് ചെയ്തതിന്റെ പുറകെ പോയി അതിനെ നേടണം. പുറകെ പോയാൽ നേടാൻ പറ്റും. നിരന്തരം അതിനെക്കുറിച്ച് ചിന്തിച്ചാൽ നമ്മളതിലേക്ക് അത് വരും. ഏത് ചിന്തിച്ചാൽ നല്ലത് ചിന്തിക്കണം, മോശം ചിന്തിക്കരുത്. ഇതൊക്കെ നടക്കുമെന്ന് ചിന്തിച്ചാൽ നിങ്ങൾക്ക് നടക്കത്തേ ഇല്ല. നടക്കും ചക്കരകളെ. അതിനുവേണ്ടി പ്രവർത്തിച്ചു കൊണ്ടേയിരിക്കുമ്പോൾ പണവും വന്നോളും, നല്ല സാഹചര്യങ്ങൾ വരും, നല്ല ആൾക്കാർ വരും. നമ്മുടെ ജീവിതം മാറുന്നത് കുറച്ച് കഴിയുമ്പോൾ നമുക്ക് തന്നെ മനസ്സിലാവും ഇത് സത്യമാണല്ലോ എന്ന്. അതുകൊണ്ട് ഗോഡ് ബ്ലസ് യു. മാനിഫെസ്റ്റേഷൻ നല്ലതാണ്, അതിന്റെ കൂടെ കർമ്മവും കറക്റ്റാക്കി വെക്കണം, അത്രയേ ഉള്ളൂ കേട്ടാ. അപ്പൊ ഇന്നത്തെ ദിവസം നല്ലൊരു ദിവസം ആശംസിക്കുന്ന ചക്കരകളെ. നല്ല വീഡിയോ, എല്ലാവരും ഇത് സ്കിപ്പ് ചെയ്യാതെ കണ്ടിട്ട് ഇത് നിങ്ങൾ ചിന്തിക്കുക. നമ്മൾ ജോലി ചെയ്യണം, പണം ഉണ്ടാക്കണം, പ്രാർത്ഥിക്കണം, സൽക്കർമ്മങ്ങൾ ചെയ്യണം. അസൂയ കുശുമ്പ് ഒന്നും പാടില്ല. എപ്പോഴും നല്ല പോസിറ്റീവ് ചിന്തകളുടെ മനസ്സിനെ നിറയ്ക്കണം.
നല്ല ചിന്തകളുള്ളിടത്ത് നിന്ന് നല്ല കർമ്മങ്ങൾ ഉണ്ടാകത്തുള്ളൂ. നല്ല ചിന്ത എപ്പോഴും മോശം ചിന്തിച്ചുകൊണ്ടിരിക്കുമ്പോൾ മോശം കർമ്മം ചെയ്യത്തുള്ളൂ. നല്ല ചിന്തകൾ ഉണ്ടാകുന്നിടത്ത് അവൻ ചെയ്യുന്ന എല്ലാം സക്സസ് ആയിട്ട് വരും. ഉറപ്പായ കാര്യമാണ്. ഞാൻ രക്ഷപ്പെടുക, ഈ ദൈവം ഉണ്ടാന്ന് പോലും ചിന്തിക്കുന്നവരുണ്ട്. ഞാൻ രക്ഷപ്പെടും, ദൈവമുണ്ട്, ഈ പ്രപഞ്ചം മുഴുവൻ എനിക്ക് അനുകൂലമാകും എന്നിങ്ങനെ നിരന്തരം പറഞ്ഞുകൊണ്ടിരിക്കുമ്പോൾ അനുകൂലമാകുന്നുള്ള കാര്യം എനിക്ക് എൻ്റെ കാര്യത്തിൽ അച്ചിട്ട വിശ്വാസമാണ്. ഇന്ന് ഞാൻ എന്തൊക്കെ ചെയ്യുന്നുണ്ടെങ്കിലും അതെല്ലാം ആ വിശ്വാസം കൊണ്ട് നേടിയത് തന്നെയാണ്. അതിനുവേണ്ടി അശ്രാന്തം പരിശ്രമിക്കുന്നുണ്ട്. ഇപ്പൊ കണ്ടില്ലേ, നമ്മൾ രാവിലെ ഇറങ്ങുക, അടുത്ത മാർക്കറ്റിലേക്ക് പോകും. ഇനി ഈ വേഷത്തെ തന്നെ എയർപോർട്ടിൽ കയറും നമ്മൾ വൈകുന്നേരം. അവരുടെ വീട്ടിലും പോയി ഇച്ചിരി ഭക്ഷണമൊക്കെ കഴിച്ച് ലാസ്റ്റ് പോവുകയാണ് നമ്മൾ. അപ്പം ചക്കരകളെ, ചങ്കുകളെ, ടാറ്റാ, നമുക്ക് അവിടെ കാണാം കേട്ടോ. ഒരുപാട് സാധനങ്ങൾ മേടിച്ചിട്ടുണ്ട്. എല്ലാം ഞാൻ ഇപ്പൊ നമ്മുടെ പുതിയ ഷോപ്പിലേക്കുള്ളതാ. സിംഗിൾ ബോബൻ ഹോം സ്റ്റോർ എടപ്പള്ളിയിൽ ചിങ്ങ 1-ാം തീയതിക്ക് ഉദ്ഘാടനം ചെയ്യുമെന്ന് വിശ്വസിച്ച് എല്ലാം ഒക്കെയാണ്. അപ്പൊ പല പല കാര്യങ്ങൾ ഓപ്പൺ ചെയ്യുന്നുണ്ട് കേട്ടാ. സിംഗിൾ ബോബൻ സ്റ്റോർ നിങ്ങൾ എല്ലാവരും വരണം, എല്ലാ സംഭവവും കാണും.